കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവർ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഈ കളവ് പറയല് മത്സരം ഏതാണ്ട് ഞാൻ ഈ MSM സമ്മേളനം ഉണ്ടായി, സംസ്ഥാന സമ്മേളനം ഉണ്ട് തൃശ്ശൂരിൽ വെച്ച്. അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ മുമ്പായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് പോയിട്ട് മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ ഈ വിമത ഗ്രൂപ്പിന്റെ നേതാവ് A. അബ്ദുറഹ്മാൻ ഹാജിന്റെ ആ നാട്ടിൽ വെച്ച് അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്, ആരാലും അറിയപ്പെടാത്ത ഒരു പിന്നെ ഒരു മലമ്പ്രദേശത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഇതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് പോരെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് പിന്നെ ഈ വീസിന്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ടയിൽ കയറി. അപ്പൊ അതിനൊരു ഞങ്ങൾ ബ്രെയിൻ വാഷ് സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ സംഘടിപ്പിച്ച് ഇതിന്റെ പിന്നെ അസ്ഗർ അലി അതുപോലെ തന്നെ PT വീരാൻകുട്ടി സുലമി, അതേപോലെ അലി പത്തനാപുരം, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അണ്ടറിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവർ നമ്മൾ ഒഴിവാക്കി. ഒരു കളവ് പറയൽ മത്സരം എന്നുള്ള നിലക്ക് മാത്രം സംഘടിപ്പിച്ചതല്ല, മറിച്ച് ഇതിന്റെ മുന്നോടിയായിട്ട് പല മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഒരു ഇനം കൂടി ഇത് കൂട്ടിച്ചേർത്തു. അതായത് ഇപ്പൊ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ കളവ് പറയൽ മത്സരം. കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവർ നമ്മൾ ഒഴിവാക്കി. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങളെ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവര് പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളിപ്പോ ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു. കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവർ നമ്മൾ ഒഴിവാക്കി. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചുമ്പോൾ പങ്കെടുത്താൻ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടിയെന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവർ നമ്മൾ ഒഴിവാക്കി. കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവർ നമ്മൾ ഒഴിവാക്കി. ആ പ്രൈസ് കിട്ടിയതിന്റെ പേരിൽ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂവിന് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാസറ്റിന്റെ കയ്യിൽ ഇവിടെ ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നില്ല. ആ കാസറ്റിൽ അദ്ദേഹം പറഞ്ഞ നുണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന എന്താ അറിയോ, തുടങ്ങുന്ന തന്നെ ഞാൻ പറഞ്ഞ കഥ അല്ല നുണ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞ കഥ അല്ല നുണ. എന്നിട്ട് എന്താ കഥ? അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന് ഉച്ചക്ക് എന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ വീട്ടിൽ കുറെ വിരുന്നുകാരുണ്ട്. ഭാര്യയോട് ചോദിച്ചു തിന്നാൻ കൊടുക്കാൻ വല്ലതുണ്ടോ? ഒന്നുമില്ല. അപ്പോ ഞാന് അമ്പും വില്ലും എടുത്ത് കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്നപ്പോ 2 മാങ്ങ ഇങ്ങനെ പഴുത്തത് തൂങ്ങി നിൽക്കുന്നുണ്ട്. ഞാനതിനെ അമ്പ ചെയ്തു. ആ 2 മാങ്ങയും താഴെ വീണു. വീണപ്പോൾ അത് താഴെ പതിച്ചത് 2 പ്രാവിന്റെ മുകളിലാണ്. അപ്പോൾ എനിക്ക് 2 മാങ്ങയും 2 പ്രാവും കിട്ടി. പിന്നെ ഞാൻ അമ്പ് തിരയുകയാണ്. അപ്പോൾ വെള്ളത്തിലൊരു മത്സ്യം ഇങ്ങനെ കളിക്കുന്നുണ്ട്. നോക്കുമ്പോ അമ്പ് കൊണ്ടത് മത്സ്യത്തിന്റെ പുറത്താണ്. വലിയൊരു മത്സ്യമാണ്. ഞാൻ ആ മത്സ്യത്തെ വലിച്ച് കരയിലേക്ക് എടുത്തിട്ടു. അപ്പോൾ അതൊരു കൊക്കിന്റെ മുകളിൽ കൊണ്ടു. അപ്പോൾ എനിക്ക് മത്സ്യത്തെയും കൊക്കിനെയും കിട്ടി. കൊക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്നിട്ട് ഇവയെല്ലാം കൂടി കെട്ടി വരിഞ്ഞു കൊണ്ടുപോകാൻ ഞാനൊരു കയറന്വേഷിച്ചു, ഒരു വള്ളി. അപ്പോൾ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് ഒരു മരത്തിൽ. ഞാനത് പിടിച്ചു വലിച്ചു നോക്കുമ്പോൾ അതൊരു ഉടുമ്പാണ്. അതിനെ വലിച്ചെടുത്തൊരൊറ്റ അടിയാണ് നിലത്ത്. കൊണ്ടതൊരു മുയലിനാണ്. അപ്പോൾ എനിക്ക് ഉടുമ്പിനെയും കിട്ടി, മുയലിനെയും കിട്ടി. എന്നിട്ട് ഞാനിതെല്ലാം കൂടി കൂട്ടി വീട്ടിൽ ചെന്നു. അതുകൊണ്ട് സദ്യ ഉണ്ടാക്കി വിരുന്നുകാർക്ക് കൊടുത്തു. ഞാനും ഭാര്യയും കഴിച്ച് അത് കഴിഞ്ഞാണ് ഞാൻ വളണ്ടിയർ കോറിന്റെ യോഗത്തിന് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കഥ അല്ല നുണ. കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവർ നമ്മൾ ഒഴിവാക്കി.
മുനാഫിഖല്ലേ ഇയാള്? കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവരെ നമ്മൾ ഒഴിവാക്കി. മുനാഫിഖല്ലേ ഇയാള്? കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി, അവരെ നമ്മൾ ഒഴിവാക്കി. മുനാഫിഖല്ലേ ഇയാള്? ഉളുപ്പുണ്ടോ? മുനാഫിഖല്ലേ ഇയാള്? ഉളുപ്പുണ്ടോ? മുനാഫിഖല്ലേ ഇയാള്? ഉളുപ്പുണ്ടോ?